തൃക്കാർത്തിക നാളിലാണ് ചക്കുളത്തുകാവിൽ വിശ്വപ്രസിദ്ധമായ പൊങ്കാല നടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 4 മണിക്ക് പ്രത്യേക ഗണപതി ഹോമത്തോടുകൂടി ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ആയിരക്കണക്കിന് അമ്മമാരാണ് ഓരോ വർഷവും ഈ കാർത്തിക ദിവസം തിരുവല്ലയ്ക്ക് സമീപത്തായുള്ള ചക്കുളത്തുകാവിലേക്ക് ഒഴുകിയെത്തുന്നത്. അവിടെ നിന്നും സുധീഷ് ഗോപാൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സുധീഷ്, ഇന്നിപ്പോൾ ഈ വിശ്വപ്രസിദ്ധമായ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുകയാണല്ലോ. രാവിലെ വിശേഷാൽ ഗണപതി ഹോമത്തോടൊപ്പം ചടങ്ങുകൾ ആരംഭിച്ചു. മറ്റെന്തൊക്കെ ചടങ്ങുകളാണ് ഈ പുലരിയിൽ ചക്കുളത്തുകാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പുലർച്ചെ 4 മണിയോടെയാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെയാണ് ഇന്നത്തെ ദിവസത്തെ പൂജകൾ ആരംഭിച്ചത്. അതിനുശേഷം 9 മണിയോടെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടക്കും. അതിനുശേഷം അകത്തു നിന്നും പണ്ടാരത്തിലേക്ക് തീ പകരും. അതിനുശേഷമാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുക. ഏതാണ്ട് 10:30 പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നത്. അത് ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ തിരുമേനി ആയിരിക്കും ചെയ്യുക. ഇപ്പോൾ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചിരിക്കുകയാണ്. ആ എഴുന്നള്ളത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് താലപ്പൊലിയുടെയും മറ്റും അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളത്ത്. ഈ എഴുന്നള്ളത്ത് ക്ഷേത്രത്തെ വലം വെച്ച് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് 9 മണിയോടെയാണ് വിളിച്ചു പ്രാർത്ഥനയും മറ്റും നടക്കുക. അതിന് ശേഷമാണ് പൊങ്കാലയുടെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പൊങ്കാല പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നതിന് ശേഷം മറ്റ് ഓരോ പൊങ്കാല ഇടാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ഭക്തരുടെയും അടുപ്പിലേക്കും അതിൽ നിന്നുമാണ് അഗ്നി പകരുന്നത്. അകത്തു നിന്നും കിടാവിളക്കിൽ നിന്നുമാണ് ഇവിടേക്ക് അഗ്നി കൊണ്ടുവരുന്നത്. ഇതേസമയം 11 മണിയോടെ പൊങ്കാലയുടെ ഭാഗമായ സംഗമം നടക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യനാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി പനീർശെൽവവും ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. സ്ഥലം MLA അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതിന് അധ്യക്ഷത വഹിക്കുന്നത് കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയാണ്. ഈ രീതിയിലാണ് രാവിലെ പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്ട് 51 ജീവതകൾ 500-ലധികം പുരോഹിതരും ഈ പൊങ്കാല നിവേദ്യം അത് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്. അവർ വിവിധ ജീവിതങ്ങളിലായി ഓരോ പൊങ്കാലയ്ക്കും അരികിലേക്ക് ചെന്ന് പൊങ്കാല അടുപ്പിന് അരികിലേക്ക് ചെന്നാവും ഇത് നിവേദ്യം നടത്തുക. നിവേദ്യം നടത്തുന്നതോടെയാണ് രാവിലത്തെ ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. ഇതിനുശേഷം വൈകിട്ട് കാർത്തിക സ്തംഭം അഗ്നിക്കിരയാക്കുന്ന ചടങ്ങും നടക്കും. അത് ഒരു വർഷക്കാലത്തെ ശാപദോഷങ്ങളെല്ലാം തന്നെ ഒഴിവാകുന്നത് വേണ്ടിയുള്ള ഒരു ചടങ്ങായാണ് അതിനെ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വലിയ തിരക്ക് തന്നെയാണ് ഭക്തരുടെ ഇവിടെ ക്ഷേത്ര ദർശനം നടത്താനും പൊങ്കാലയ്ക്കും എല്ലാമായി കാണാൻ കഴിയുന്നത്. അത് ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരത്തിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് എത്തിച്ചേരുന്നതിനായി ഇപ്പോൾ നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്നാൽ അതിവേഗം തന്നെ അവർക്ക് തൊഴുതു മാറാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവിധ ക്രമീകരണങ്ങളുമുണ്ട്. പോലീസിൻ്റെ സാന്നിധ്യത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തുന്ന ഭക്തർക്കെല്ലാം കുടിവെള്ളവും മറ്റും എത്തിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഭക്തരോട് തന്നെ പൊങ്കാല ഇടുന്നതിനായിട്ട് എത്തിയതാണോ അതോ തൊഴുതു വേണ്ടി വന്നതാണോ? പൊങ്കാല ഇടാനായിട്ട് അടുപ്പും എല്ലാം തയ്യാറാക്കിയിട്ടാണോ ക്ഷേത്രത്തിലേക്ക്? അതെ അതെ. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കൊല്ലം കുണ്ട്ര. എല്ലാ വർഷവും വരാറുണ്ടോ? വരാം. ആ രീതിയിലാണ് ഓരോ ഭക്തരും ഇവിടേക്ക് എല്ലാ വർഷവും വരുന്നവരുണ്ട്. ഇപ്രാവശ്യം ആദ്യമായി എത്തിയവരുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് അടക്കമുള്ള ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ വർഷവും വരുന്നതാണ്? ഇല്ല, ആദ്യമായിട്ടാണ്. എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരം. അടുപ്പൊക്കെ ക്ഷേത്രത്തിനടുത്ത് തന്നെ കിട്ടിയ ദൂരെയാണ്? ദേവസ്വം ബോർഡ് സ്കൂൾ. ഇവിടെ അടുത്ത് തന്നെ ദേവസ്വം ബോർഡ് സ്കൂളിലാണ് അവർക്ക് അടുപ്പ് ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ നിരവധി ഭക്തർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും എല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശൗചാലയങ്ങൾ അടക്കമുള്ള അധികമായി താൽക്കാലികമായി തയ്യാറാക്കി അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഇവിടെ പൊങ്കാലയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ രീതിയിലുള്ള പൊങ്കാല ഏതാണ്ട് രാവിലെ 10:30 പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നു. അതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ കൃത്യമായും ആരംഭിക്കുന്നത്. ഗൗതം. യെസ്, അങ്ങനെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് സുധീഷ് ഗോപാൽ ചക്കുളത്തുകാവിൽ നിന്നും പങ്കുവച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വൃശ്ചിക മാസം, ധനുമാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുടെയൊക്കെ കാലഘട്ടമാണ്. അതിലേറ്റവും വിശേഷാൽ ചടങ്ങുകളിൽ ഒന്നാണ് ഈ കാർത്തിക ദിനത്തിൽ ചക്കുളത്തുകാവിൽ നടക്കുന്ന പൊങ്കാല എന്നത്. ആയിരക്കണക്കിന് അമ്മമാർ
ഈ ചടങ്ങിൻ്റെ ഭാഗമായി ചക്കുളത്തുകാവിലേക്ക് എത്തും. സുധീഷ് ഗോപാൽ അവിടെ നിന്നും തുടരുകയാണ്. സുധീഷ്, ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ ഭക്തജന തിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാം, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് സാധാരണ ആറ്റുകാലിൽ പൊങ്കാല നടക്കുന്നത്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് ഈ പത്തനംതിട്ട ജില്ലയിലെ ഈ വരുന്ന ചക്കുളത്തുകാവ് എന്ന ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ തിരക്ക് എത്രത്തോളമാണ്? ഒപ്പം ഈ തിരക്ക് ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടോ സുധീഷ്? ഗൗതം, ഈ ചക്കുളത്തുകാവ് ക്ഷേത്രം ആലപ്പുഴ ജില്ലയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ ആലപ്പുഴയിലും പത്തനംതിട്ട ജില്ലയുടെയും ഭാഗങ്ങളിലായാണ് ഇതിൻ്റെ പൊങ്കാല അടുപ്പുകൾ നിരക്കുന്നത്. അത് ഏതാണ്ട് തിരുവല്ല റോഡ്, ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 13 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം തന്നെ ഈ പ്രധാന റോഡുകളിലെല്ലാം തന്നെ പൊങ്കാല അടുപ്പുകൾ നിറയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുവഴിയെല്ലാമുള്ള ഗതാഗതത്തിന് വേണ്ട പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് KSRTCയുടെ എല്ലാ ഡിപ്പോയിൽ നിന്നും ഇവിടേക്കുള്ള പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. എന്നാൽ അത് സ്പെഷ്യൽ സർവീസ് എന്ന രീതിയിലാണ്. അതിന് ഈ യാത്രക്കാരിൽ നിന്നും അല്പം കൂടുതൽ ചാർജ് ഈടാക്കും. എന്നാൽ പോലും അത്തരം ഗതാഗത സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ വേണ്ട ആരോഗ്യ പരിരക്ഷ നൽകുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുണ്ട്. അതിലുപരിയായി വലിയ തിരക്കില്ലാതെ ഭക്തർക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നതിനും പൊങ്കാല അടുപ്പുകൾ ക്രമീകരിക്കുന്നതിനുമെല്ലാം വേണ്ട സംവിധാനങ്ങളും നേരത്തെ കൂട്ടി തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം സഹകരണത്തോടെയാണ് അത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഇതാണ് പണ്ടാര അടുപ്പിലേക്കാണ് അകത്തെ കിടാവ്, ക്ഷേത്രത്തിനുള്ളിലെ കിടാവിളക്കിൽ നിന്നും അഗ്നി പകരുന്നത്. അതോടുകൂടിയാണ് പൊങ്കാല ചടങ്ങ് ആരംഭിക്കുന്നത്. അത് 10:30 അതിനുശേഷം ഈ അടുപ്പിൽ നിന്നുമാണ് തീ മറ്റ് അടുപ്പുകളിലേക്ക് പകരുന്നത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ പൊങ്കാലയ്ക്ക് വരുന്നത്? നേരത്തെ അല്ല, ഞാനിവിടെ അമ്മേന്റെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് 27 വർഷമായി. 27 വർഷം പൊങ്കാലിട്ടിട്ടുണ്ട്. ക്രമീകരണങ്ങളെല്ലാം കൃത്യമായിട്ട് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ തന്നെ എത്തിയ ഞങ്ങൾ മിനിങ്ങാന്ന് രാവിലെ ആയപ്പോഴത്തേനും എത്തി. എവിടെ വീട്? വയനാട്. വയനാട്ടിൽ നിന്നാണ്. വലിയ വിശ്വാസമാണ്. അതെ, അമ്മ വിളിപ്പുറത്ത് അമ്മയല്ലേ, ഞങ്ങൾക്ക് വല്ല വിശ്വാസമാണ്. ഉദ്ദേശത്തോടാണോ പൊങ്കാല ഇടുന്നത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അമ്മ ഇവിടെ എത്തിക്കും ആ സമയമാകുമ്പോൾ. അത് കൂടെ ഒരുപാട് പേരുണ്ടോ? ഉണ്ട്, ഞങ്ങൾ 10-60 പേരുണ്ട് വയനാട്ടിൽ നിന്ന്. വയനാട്ടിൽ നിന്ന്. ഇവർ വയനാട്ടിൽ നിന്നും എത്തിയതാണ്. 2 ദിവസം മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ വേണ്ട ക്രമീകരണങ്ങളെല്ലാം അവർ തൃപ്തരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 26 വർഷമായി മുടങ്ങാതെ ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട്. ഒരു തടസ്സവും കൂടാതെ അത് ചെയ്യാനും പൊങ്കാല സമർപ്പിക്കാനും സാധിക്കുന്നു എന്നത് തന്നെയാണ് ആ ഭക്ത നമ്മളോട് പറഞ്ഞത്. ഈ രീതിയിൽ ഈ ഇപ്പോൾ കാണുന്നത് പോലെ ഈ പരിസരം മൊത്തം തന്നെയും പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞിരിക്കുന്നു. അതിന് പുറമെയാണ് 13 കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളിലെല്ലാം തന്നെയും പൊങ്കാല അടുപ്പുകൾ നിരന്നിട്ടുള്ളത്. ഇവർക്കെല്ലാം വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ക്ഷേത്ര ഭാരവാഹികളും അറിയിച്ചിട്ടുള്ളത്. ഗൗതം. ഓക്കെ സുധീഷ്, എന്തായാലും ചക്കുളത്തുകാവിൽ ഇന്നിപ്പോൾ പൊങ്കാലയാണ്. ആയിരക്കണക്കിന് ഭക്തർ, അമ്മമാർ അവിടെ അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാലയിടുവാനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തൃക്കാർത്തിക നാളിലാണ് ചക്കുളത്ത് ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും പൊങ്കാല നടക്കുന്നത്. ആ പൊങ്കാല നടക്കുന്ന ക്ഷേത്രസന്നിധിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് രാവിലെ പുത്തൻപുലരിയിൽ ചേർന്നത്.